ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, അഷ്ടസൗഭാഗ്യത്തിൽ മൂന്നാമത്തേത് ശാന്തശീലർ, സൗമ്യർ, ഭാഗ്യവാന്മാർ. അവർ ഭൂമി അവകാശമാക്കും. കുറച്ച് നാളുകൾക്ക് മുൻപ് ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടപ്പോൾ കരിസ്മാറ്റിക് തലക്കടിച്ച ഒരു തീക്ഷ്ണമതിയായ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു, പിതാവ് എന്താ തിരിച്ചടിക്കാത്തെ? അവരടിക്കുന്ന കണ്ടില്ലേ, നമ്മൾ നാണം കെട്ടു പോകുന്നേ, നിങ്ങൾ മെത്രാന്മാരെന്താ മിണ്ടാതിരിക്കുന്നേ? ഒരുപക്ഷേ ശാന്തശീലർ ഭാഗ്യവാന്മാർ, സൗമ്യശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശപ്പെടുത്തും. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, സഭ വളർന്നത് പ്രതിസന്ധികളിലാണ്. ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടപ്പോഴും സഭ ഏറ്റവും കൂടുതൽ തഴച്ചു വളർന്നു. ഏറ്റവും പഴയ നിയമത്തിൽ ശാന്തശീലൻ മോശയാണെന്നാണ് പറയുന്നത്. മോശയെപ്പോലെ സൗമ്യതയും ശാന്തതയും വേറെ ആർക്കും ഇല്ലെന്നാണ് സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ കർത്താവ് പുതിയ നിയമത്തിൽ അത് തിരുത്തി. കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞു, ഞാൻ ശാന്തനാണ്, വിനീത ഹൃദയനാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. ശാന്തത ആധികാരികതയാണ്. ആരാ ബഹളം വെക്കുന്നേ? ബഹളം വെക്കുന്നത് യുക്തിയില്ലാത്തവനാണ്. ആരാ തെറി വിളിക്കുന്നത്? പറയാൻ വാദഗതിയില്ലാത്തവനാണ്. നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യുക്തിഭദ്രമാണെങ്കിൽ, മൂല്യാധിഷ്ഠിതമാണെങ്കിൽ നിങ്ങൾ ചൂടാകില്ല. ഞാൻ ചൂടാകുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ക്ഷിപ്രകോപികൾ. അവർ ചൂടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവർ ബ്രേക്ക് ഡൗൺ ആണ്. അവർക്ക് ആധികാരികതയില്ല, അവർക്ക് ആശയങ്ങളില്ല. ഭൂമി അവകാശപ്പെടുത്തും. ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം ആധികാരികമാകുന്നതാണ് ഓണർഷിപ്പ്. മദർ തെരേസ ഇന്ത്യയിലെ 120 കോടി ജനങ്ങളുടെ ഇടയിലെ സൗമ്യതയുടെ അടയാളമാണ്, ശാന്തതയുടെ അടയാളമാണ്. ഒരുപക്ഷെ മദർ തെരേസ ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമാക്കിയിട്ടില്ല. പക്ഷേ ജനതയുടെ ഹൃദയത്തിലെ മദർ തെരേസയ്ക്ക് ഒരു കുടീരമുണ്ട്. ഭൂമി അവകാശപ്പെടുത്തിയ അമ്മ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.